പത്തനംതിട്ട നാറാണമൂഴിയിലെ അധ്യാപികയുടെ 12 വർഷത്തെ ശമ്പള കുടിശ്ശിക ലഭിച്ചു. അധ്യാപികയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് ശമ്പള കുടിശ്ശിക അക്കൗണ്ടിലെത്തിയത്. സംഭവത്തിൽ ഡി ഓഫീസിലെ 3 ഉദ്യോഗസ്ഥരെ വിദ്യാഭ്യാസ മന്ത്രി സസ്പെൻഡ് ചെയ്തിരുന്നു. എസ് നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, നമുക്കറിയാം ഈ 12 വർഷത്തെ കുടിശ്ശികയാണ് ബാക്കിയുണ്ടായിരുന്നത്. ഒടുവിൽ സിസ്റ്റം ചലിച്ചു അല്ലേ? ഷിജോയുടെ ആത്മഹത്യ വളരെയേറെ വാർത്തകളിൽ നിറഞ്ഞൊരു സംഭവമായിരുന്നു. 12 വർഷമായി ഭാര്യയുടെ ശമ്പള കുടിശ്ശിക കിട്ടാനായി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ കയറി ഇറങ്ങി മടുത്തിട്ടാണ് ആ മനുഷ്യൻ മനോവേദന കൊണ്ട് സ്വയം ജീവൻ വെടിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും ഒടുവിൽ അമൃത പറഞ്ഞതുപോലെ സിസ്റ്റം പ്രവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അക്കൗണ്ടിൽ 12 വർഷത്തെ ശമ്പള കുടിശ്ശികയുടെ പകുതി തുകയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബാക്കി പകുതി തുക വരും ദിവസങ്ങളിൽ തന്നെ PF അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഷിജോയുടെ ആത്മഹത്യക്ക് പിന്നാലെ തന്നെ ഈ ശമ്പളം വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ വകുപ്പ് തല അന്വേഷണമാണ് നടന്നു വരുന്നത്. എങ്കിൽ പോലും ഉദ്യോഗസ്ഥർ പറയുന്നത് സ്കൂളിൽ നിന്നും ബില്ലുകൾ വൈകിയതിനാലാണ് ശമ്പള കുടിശ്ശിക ഉണ്ടായത് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ സ്കൂൾ അധികൃതരുടെ പ്രതികരണത്തിൽ നിന്നും അത്തരത്തിലൊരു ബില്ല് വൈകലോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു അനാസ്ഥ ഉണ്ടായിട്ടില്ല എന്ന കാര്യം തന്നെ സ്കൂൾ അധികൃതർ തെളിവ് സഹിതം നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുന്നിലും അതല്ലാതെയും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നിലവിൽ വകുപ്പ് തല അന്വേഷണമാണ് ഈ 3 ഉദ്യോഗസ്ഥർ നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ അവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. ഏതായാലും പകുതി തുക 12 വർഷത്തെ ശമ്പള കുടിശ്ശികയുടെ പകുതി തുകയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഷിജോയുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അമൃത.